നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ 2-3 മാർക്ക് നേടിത്തരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1950 ജനുവരി മാസം 25-നാണ്. 1950 ജനുവരി മാസം 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 324-324 ആർട്ടിക്കിളിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് ഓരോ സംസ്ഥാനങ്ങളിലും നിയമിതനാകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ അഥവാ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആസ്ഥാനം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി. ഇനി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 1993 ഡിസംബർ മാസം 3. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ആസ്ഥാനം ജനഹിതം, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത ആരാ? വി.എസ്. രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ആരാണ്? ടി.എൻ. ശേഷൻ ആണ്. കാലഘട്ടം 1990-96. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ആരാണ്? ടി.എൻ. ശേഷൻ ആണ്. കാലഘട്ടം 1990-96. ഇനി പോളിംഗ് ബൂത്തിന്റെ ചുമതല വഹിക്കുന്ന ഓഫീസറിന്റെ പേരെന്താ? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്രിസൈഡിംഗ് ഓഫീസർ ആണ് പോളിംഗ് ബൂത്തിന്റെ ചുമതല വഹിക്കുന്നത്. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. അപ്പോൾ ടൈം ടേബിൾ വൈസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീക്ക് 1 ആദ്യത്തെ വീക്കിലെ ടൈം ടേബിൾ, അതിൽ ആദ്യത്തെ വീക്കിൽ 5 ദിവസം, ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5. ഡേ 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5. ഈ 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 2 ദിവസം റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചു. ശനി ഞായറും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച രാത്രി അറ്റൻഡ് ചെയ്യാനുള്ള ടെസ്റ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീക്ക് 1, വീക്ക് 2 ആയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് തുച്ഛമായ ഫീസിൽ എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് മാത്രമല്ല, ഫയർമാന്റെ ബാച്ച് നടക്കുന്നു. ജനറൽ PSC, അതുപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ ബാച്ചുകളിൽ ഒരുപാട് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഏത് ഓഫീസറിന് മുൻപാകെയാണ്? റിട്ടേണിംഗ് ഓഫീസറിന് മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ? PSC പരീക്ഷയിലെ പ്രധാനപ്പെട്ട നിയമങ്ങളും വർഷങ്ങളുമാണ് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ആദ്യത്തേത് റെഗുലേറ്റിംഗ് ആക്ട്, വർഷം 1773. റെഗുലേറ്റിംഗ് ആക്ട് വർഷം ഏതാ? 1773. പിറ്റ്സ് ഇന്ത്യ ആക്ട് വർഷം 1784. മിന്റോ മോർലി ഭരണപരിഷ്കാരം വർഷം 1909. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം വർഷം 1919. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വർഷം 1935. എന്നാൽ നിങ്ങളോട് ഒരു ചോദ്യം,
പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമം താഴെ കമന്റ് ചെയ്യുക. ഇനി എല്ലാ വീഡിയോസിലും ഓരോരോ ചോദ്യം നിങ്ങളോടും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ താഴെ ഉത്തരം കമന്റ് ചെയ്യുക കേട്ടോ. പരിസ്ഥിതി സംരക്ഷണ നിയമം വർഷം. അടുത്ത ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതെന്ന 1947 ജൂലൈ മാസം 18. 1947 ജൂലൈ മാസം 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത്. വന്യജീവി സംരക്ഷണ നിയമം വർഷം 1972. 1972. സ്ത്രീധന നിരോധന നിയമം വർഷം 1961. 1961. ഇന്ത്യൻ പൗരത്വ നിയമം വർഷം 1955. അപ്പൊ പറഞ്ഞ എത്രയെന്ന് റിവൈസ് ചെയ്താലോ? റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. പിറ്റ്സ് ഇന്ത്യ ആക്ട് വർഷം 1784. മിന്റോ മോർലി ഭരണപരിഷ്കാരം വർഷം 1909. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം വർഷം 1919. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. വന്യജീവി സംരക്ഷണ നിയമം 1972. സ്ത്രീധന നിരോധന നിയമം വർഷം 1961. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതെന്ന 1947 ജൂലൈ മാസം 18. ഇന്ത്യൻ പൗരത്വ നിയമം വർഷം 1955. ക്ലിയർ. അടുത്ത ചോദ്യം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആരാണ്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. അപ്പോൾ 18ാമത് കേന്ദ്ര മന്ത്രിസഭ, മന്ത്രിമാരും വകുപ്പുകളും ഒന്ന് നോക്കിയാലോ? പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെ? പേഴ്സണൽ, പെൻഷൻ, നയരൂപീകരണം, ബഹിരാകാശ വകുപ്പ്, ആണവോർജ വകുപ്പ് മുതലായവ കൈകാര്യം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ആഭ്യന്തരം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അമിത്ഷായാണ്. അമിത്ഷാ. കമ്പനി കാര്യം, ധനകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാ? JP നഡ്ഡ. JP നഡ്ഡ. രാജ്നാഥ് സിംഗ് കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധമാണ്. പ്രതിരോധം. വിദേശകാര്യ വകുപ്പ് മന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ. ജയശങ്കർ ആണ് വിദേശകാര്യ വകുപ്പ് മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. ധർമ്മേന്ദ്ര പ്രധാൻ. ഇനി ഗതാഗത വകുപ്പ് മന്ത്രി ആരാ? നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി. വ്യോമയാന വകുപ്പ് കൈകാര്യം ചെയ്യുന്നതോ രാം മോഹൻ നായിഡു. രാം മോഹൻ നായിഡു ആണ്. ഓക്കെ, ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ? ആദ്യത്തെ ചോദ്യം. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? ആലപ്പുഴ. ആലപ്പുഴയാണ് രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം. വാളയാർ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാളയാർ. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ശങ്കരനാരായണൻ തമ്പി. ശങ്കരനാരായണൻ തമ്പിയാണ് കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ. പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവാര? കെ ദാമോദരൻ ആണ്. കെ ദാമോദരൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലതയാണ്. കുന്തലത. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. മലബാർ മാനുവൽ രചിച്ചതാര? വില്യം ലോഗൻ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. മലബാർ മാനുവൽ രചിച്ചതാരാണ്? വില്യം ലോഗൻ ആണ്. ഉറൂബ് ആരുടെ തൂലികാനാമമാണ്? PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമമാണ് ഉറൂബ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. ഹിഗ്വിറ്റ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? NS മാധവൻ. NS മാധവൻ. അപ്പൊ ഇത്രയും ചോദ്യം ഒന്ന് റിവൈസ് ചെയ്താലോ? രാജാ കേശവദാസിന്റെ പട്ടണം ആലപ്പുഴയാണ്. വാളയാർ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? കെ ദാമോദരനാണ്. മലബാർ മാനുവൽ രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. ഉറൂബ് ആരുടെ തൂലികാനാമം? PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം. ഹിഗ്വിറ്റ എന്ന കൃതിയുടെ രചയിതാവ് NS മാധവൻ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ രചയിതാവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംബാദ് കൗമുദി. ബംഗാളി. സംബാദ് കൗമുദി. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? രാജാറാം മോഹൻ റോയ്.
ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചതാര്? രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹത്തിന്റെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെ? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരെയും നോക്കാം. അമൃത ബസാർ പത്രിക നേതൃത്വം നൽകിയത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗംഗാധര തിലക്. ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ്, ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബുൾ കലാം ആസാദ്. വന്ദേമാതരം ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയതെന്ന 1878. ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിട്ടൺ പ്രഭു ആയിരുന്നു. ഈ വെർണക്കുലർ പ്രസ് ആക്ട് പ്രാദേശിക ഭാഷാ പത്ര നിയമം നിർത്തലാക്കിയത് റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭു. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറ്റിയാടിപ്പുഴ. കുറ്റിയാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? രാമപുരം പുഴ. രാമപുരം പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഇനി കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദ്രഗിരി പുഴയാണ്. ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അഞ്ചരക്കണ്ടിപ്പുഴ. അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. നിവർത്തന പ്രസ്ഥാനം ഉണ്ടായത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ. വേദാധികാര നിരൂപണം എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ദൈവദശകം ആരെഴുതിയ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഇനി സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്ക് ഭരണ സംവിധാനത്തിന് എതിരെ നടന്ന വിപുലമായ സമരമേതാ? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിനി നിങ്ങളെ താൻ. ഇതാരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. അപ്പൊ ഇത്രയും ചോദ്യം റിവൈസ് ചെയ്യാം. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ചന്ദ്രഗിരി പുഴയാണ്. സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന വിപുലമായ സമരമേതാ? പുന്നപ്ര വയലാർ സമരം. നിവർത്തന പ്രക്ഷോഭം ഉണ്ടായത് തിരുവിതാംകൂറിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. ആരുടെ വരികൾ? കുമാരനാശാന്റെ വരികൾ. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ദൈവദശകം രചിച്ചത് ശ്രീനാരായണ ഗുരു. സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്കെതിരെ നടന്ന വിപുലമായ സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാർക്ക് നേടിത്തരുന്ന ചോദ്യങ്ങളാണ് എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് തന്നെ കണ്ടുപഠിച്ചോളാം. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.